ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾ പവർ വിഷൻ കുടുംബത്തിൽ നിന്ന് സ്നേഹവന്ദനം പറയുന്നു. അനേക നാളുകളായി നമ്മൾ ഈ ഒരു വചനധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അളവറ്റ സ്നേഹത്തിന്, താല്പര്യത്തിന് നന്ദി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകം നന്ദി. വീണ്ടും പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ച 119 സങ്കീർത്തനം 10 വാക്യം, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ട് നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഇങ്ങനെ പറയാൻ ഇന്ന് രാവിലെ എത്ര പേർക്ക് കഴിയും? അങ്ങനെ ചോദിക്കുമ്പം വിഷമം തോന്നരുത്. എല്ലാവർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിന് ഒരു സ്വഭാവമുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ ഉള്ളതിന് മാത്രമേ അംഗീകാരമുള്ളൂ. ഈ ഹോട്ടലുകളിലൊക്കെ നമ്മുടെ തൂക്കം നോക്കുന്ന ഒരു മിഷൻ വെച്ചിട്ടുണ്ടല്ലോ, എല്ലായിടത്തും അല്ല, ചിലയിടത്ത്. അപ്പം അതിനകത്ത് നമ്മളൊരു കോയിൻ ഇടണം. ഇതിപ്പോൾ എത്ര രൂപയാന്ന് ഇപ്പോഴത്തെ എനിക്കറിയില്ല. അത് 5 രൂപയുടെ കോയിനാന്ന് ഇരിക്കട്ടെ, 10 രൂപയുടെ കോയിൻ ഇട്ടാൽ വർക്ക് ചെയ്യത്തില്ല. 20ന്റെ കോയിനും ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്, വർക്ക് ചെയ്യത്തില്ല. 1, 2 ഒന്നും വർക്ക് ചെയ്യില്ല. 100ന്റെ നോട്ട് അതിനകത്ത് കയറത്തില്ല. അപ്പം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡുണ്ട്. അപ്പോൾ അത് ടക്കോന്നൊരു ശബ്ദം കേട്ടിട്ട് ആ കോയിൻ അവിടെ ചെന്ന മെഷീനെ സ്റ്റാർട്ടാക്കിയിട്ട് നമ്മൾ കയറി നിൽക്കാനുള്ള കമാൻഡ് വരുന്നു. നമ്മൾ കയറി നിൽക്കുന്നു. നമ്മുടെ തൂക്കം 78 കാണിക്കുന്നു. അതിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇത് ഓട്ടോമാറ്റിക്കാണ്. നോക്കൂ, ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് റിസീവ് ചെയ്യണമെങ്കിൽ അത് ഫുൾ ഓഫ് മൈ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ, ഹല്ലേലൂയ, ആണെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാകുകയില്ല, എങ്കിലും പറയാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്ത് എയർപോർട്ടിൽ ചെന്നിറങ്ങിയാൽ $5 ആണെന്ന് എൻ്റെ ഓർമ്മ. നേരത്തെ $1 ഒരു നോട്ട് ആ മിഷനിലോട്ട് വെച്ചാലേ ബാഗ് വെക്കാനുള്ള ട്രോളി കിട്ടത്തുള്ളൂ. 50ന്റെ വെച്ചാൽ കിട്ടത്തില്ല. ചേഞ്ച് തരാനും അവിടെ ആരുമില്ല. വളരെ അഡ്വാൻസ്ഡ് കൺട്രി അല്ലേ, വികസിത രാജ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ചെന്നിറങ്ങിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൊച്ചി വന്നിറങ്ങുക, ഫ്രീ ആയിട്ട് ഞങ്ങൾ ട്രോളി തരാം. എവിടം വരെയാണെന്നറിയോ ട്രോളി? അങ്ങ് പാർക്കിങ്ങിൽ കൊണ്ടുവന്ന് ഈ ലഗേജ് വണ്ടിയെ വെച്ചിട്ട് ട്രോളി അവിടെ ഇട്ടിട്ട് പോകുക എല്ലാവരും. അങ്ങനെയാ ഞങ്ങളുടെ നാട്. നിങ്ങളുടെ നാട്ടിലൊരു ട്രോളി എടുക്കാൻ ഇത്ര വലിയ ഡിമാൻഡാണോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു. വെളിയിൽ മിണ്ടാൻ പാടില്ലല്ലോ. അത് അവിടുത്തെ സ്റ്റാൻഡേർഡാണത്. അവിടെ ആർക്കും അതിന് ബുദ്ധിമുട്ടുമില്ല. എന്താ പറഞ്ഞു വരുന്നത്? ദൈവത്തിൻ്റെ മാർക്കറ്റിൽ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ബ്ലെസ്സിങ്, ഒരു അനുഗ്രഹം
പ്രാപിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണം. പ്രാർത്ഥന പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. കൊടുക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. ആരാധിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. എന്തിനേറെ വരുന്നത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. ഇരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. നമുക്ക് അങ്ങനെ ഒന്നുകൂടി നമ്മുടെ മനസ്സിനെ തിരിക്കാം. അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഫുൾ ഓഫ് ഹാർട്ട് കർത്താവേ അതിനായിട്ട് സമർപ്പിക്കും. കൃപ തരണം യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.